കൂർഗ് സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. കൂർഗ് സ്റ്റൈല്. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത കളർ പോലെ ഇരിക്കും. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോ കറുത്ത കളറാവോന്ന് എനിക്കറിയില്ല, നോക്കാം. സമയം ഇപ്പൊ 12:30 ആയിട്ടാ. ഇത് എളുപ്പമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുറച്ച് മസാലയൊക്കെ പൊടിക്കാനുണ്ട്. ഒട്ടും സമയമില്ല കേട്ടാ. ഞാൻ ഇതുവരെ കൂർഗ് സ്റ്റൈല് ചിക്കൻ കറി കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതിപ്പോ ഉണ്ടാക്കാനായിട്ട് മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഞായറാഴ്ച കൂർഗ് സ്റ്റൈലേ പോർക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ചിക്കന്റെ ഇത് കണ്ടത്. പിന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൂർഗ് കൊടക് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടണില്ലല്ലോ. എനിക്കറിഞ്ഞൂടാ കൊടക് എന്ന് പറയാൻ. അപ്പൊ പിന്നെ അത് തന്നെ. ആണല്ലോ, എനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്താ പറയാ, എന്തോ പറയാൻ വന്നെല്ലാം മറന്നുപോയി. എന്തായിരുന്നു? പോർക്ക് ഉണ്ടാക്കാന്ന് വെച്ചിട്ടിരിക്കണായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. വന്നപ്പോ ചിക്കൻ നമ്മളിങ്ങനെ സാധാരണയൊക്കെ കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പോഴാണ് ഇത് കണ്ടത്, നമ്മുടെ കൂർഗ് സ്റ്റൈൽ ചിക്കൻ കറി. അപ്പൊ ചിക്കൻ ആവുമ്പോ എല്ലാരും കഴിക്കുകയും ചെയ്യും. കഴിക്കുന്ന വിചാരിക്കണ്. ഇതൊരു കറുത്ത മസാലയാണ്. പിന്നെ ഇത് ഉണ്ടാക്കണ രീതി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. എളുപ്പാന്ന് വിചാരിക്കണം, പക്ഷെ ഇതിന്റെ മസാല നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. വേറൊരു മസാല ഇടാൻ പാടില്ല. അതാണ് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത്. മസാല പ്രിപ്പയർ ചെയ്താൽ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ മിക്സിയിലാകെ വെള്ളം ഇരുന്ന് മോളിൽ കൊണ്ട് വെച്ചേക്കാണ്, പോയി എടുത്തിട്ട് വരട്ടെ കേട്ടാ. ഇത് ഫെയിൽ ആയാലും സക്സസ് ആയാലും എനിക്ക് ബ്ലാക്ക് കളറിലെ കറി കിട്ടിയാൽ മതി. അതാണ് ഇന്നത്തെ എന്റെ എയിം. എന്തായാലും അടിപൊളിയായോ. ഇത് തന്നെ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. കൂർഗ് സ്റ്റൈലില് സൺഫ്ലവർ എങ്കിൽ സൺഫ്ലവർ. അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എണ്ണ തിളച്ചു, നമുക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിലതൊക്കെ വീഡിയോയിൽ റെക്കോർഡ് ആയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയണില്ല. ചില സമയത്ത് ഇതിൽ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ലല്ലോ, നമ്മള് ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാം. അപ്പൊ ഞാൻ ഈ റെസിപ്പി എടുത്ത യൂട്യൂബ് ചാനൽ എനിക്ക് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. നന്നായിട്ട് അവർ പറഞ്ഞു തന്നിട്ടാ. ഷോർട്സ് ആയിരുന്നു. ഷോർട്സ് അല്ല, വലിയ വീഡിയോ തന്നെ. അപ്പൊ ഇനി 1 മണി ആവാനായിട്ട് 1/2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് ഇത് ആവുമോ ഇല്ലയോ നോക്കാം. ഇതില് നമ്മൾ ആരും ഇടാത്തൊരു ഇൻഗ്രീഡിയന്റ് ഇതിൽ ഇടുന്നുണ്ട്. അത് ലാസ്റ്റേ പറയുള്ളൂ, ലാസ്റ്റ് അത് ഇടുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് ഒരു 400ന്റെ താഴെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോ ഇട്ടേക്കണ ഇതുപോലത്തെ ഒരു കോട്ട് സെറ്റ്. നമുക്കപ്പ അടുത്തേക്കൊക്കെ പോവാനും ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. ഞാൻ ചില്ലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. പിന്നെ നമ്മളൊക്കെ ഈ സവാള വഴറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലയല്ലേ ഇടുക. ഇതങ്ങനെയല്ല, നേരെ ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. ചിക്കൻ ഞാൻ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനൊരു ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ചിക്കൻ ഒന്ന് ടെൻഡർ ആവണ വരെ അടച്ചു വെക്കാം. ഇപ്പൊ മസാല ഇടരുത്. നമ്മുടെ ആകെ മസാല എന്ന് പറയണത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാലയാണ് കേട്ടാ. അതിപ്പോ ഇപ്പൊ ഇടാൻ പാടില്ല. ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അയ്യോ, മുളക് പൊടി എന്ന് പറയണ നമ്മൾ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് പാനൊന്ന് ചേഞ്ച് ചെയ്ത്, കാരണം അതിൽ ഇളക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ടെൻഡറായി വന്നിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ, കാരണം ഒരു മസാലയില്ല. ഈ സമയത്ത് നമ്മൾ
നമ്മുടെ പൊടിച്ചു വെച്ചേക്കണ മസാല അങ്ങോട്ട് മസാല പൊടിക്കണ വീഡിയോ ഇതിൽ കിട്ടിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞൊന്ന് നോക്കുമ്പോഴെന്താ ഞാൻ റെക്കോർഡ് അമർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വളരെ എളുപ്പമാണ് ഈ മസാല പൊടിച്ചെടുക്കാനായിട്ട്. നമുക്ക് മുഴുവനോട് കൂടിയുള്ള മല്ലി വേണം, കടുക് വേണം, പെപ്പർ വേണം, നല്ല ജീരകം വേണം, പെരിഞ്ജീരകം വേണം, പിന്നെ ബേ ലീഫ്, ഉലുവ, പിന്നെ പട്ട, കറയാമ്പൂ, പിന്നെ ഏലക്കായ. ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മസാല റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഉപ്പ് നോക്കിയിട്ടില്ല ഞാൻ, ഉപ്പും കൂടെ ഒന്ന് നോക്കണം, ഒന്ന് തിളച്ചിട്ട് നോക്കാം. ചിക്കനൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇത്തിരി സ്പൈസിയാന്ന് തോന്നണേ. ഈശ്വരാ, സ്പൈസി ആയി കഴിഞ്ഞാൽ ചെയ്തോട്ടത് കഴിക്കില്ലല്ലോ. വാഹ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെ. ഉഗ്രം മസാല. അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോ കാണാം. അത് കഴിയുമ്പോ ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞില്ലേ ചേർക്കാനുണ്ട്, അത് കൂടെ ചേർക്കാനുണ്ട്. ഓണാണോ? കറുത്തല്ല, ഇത്രയല്ലേ കറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സമയം ഞാൻ പറയട്ടെ ഇതിൽ എന്താ ചേർക്കാൻ വേണ്ടി പോണതെന്ന്. ഇതില് നമ്മൾ കുറച്ച് പുളിയാണ് കേട്ടാ, വാളംപുളി, കൊടംപുളിയില്ലേ, അതാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീൻകറിയിലൊക്കെ അല്ലേ ചേർക്കുക, ഈ ചിക്കൻ കറിയിലൊക്കെ ചേർക്കുവോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, അപ്പൊ എനിക്കറിയില്ല ചേർക്കോ എന്നുള്ളത്. ചെയ്തു കേട്ടാ ഇവര്, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ അവരൊരു ലാസ്റ്റ് ഒരു സാധനം ഒഴിക്കും. ഞാൻ അതിന്റെ പേര് എനിക്ക് വായിക്കാനും കൂടി കിട്ടണില്ല, ഇത് എന്ത് സാധനം. അപ്പൊ ഞാൻ ശരി എരിവുണ്ടല്ലോ, ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് കൊടംപുളി അല്ല കൊടംപുളി ഇച്ചിരി ലാസ്റ്റ് പേസ്റ്റ്. എരിവുണ്ടല്ല മിസ്റ്റർ പ്രമോക്കേസ്, കഴിക്കുമോ? ഇനി നമുക്ക് ഈ ഗ്രേവി എല്ലാം വറ്റിച്ചെടുക്കാം. കാരണം നമ്മള് സെമി ഗ്രേവിയിലാണ് നമ്മളിത് എടുക്കുള്ളൂ കേട്ടോ. എനിക്ക് ടെൻഷനായി പോയി. എരിവ് വന്നവിടെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടിയാ. ഇത് ഓപ്ഷണലാണ്. എരിവ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലേശൊന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ബാലൻസ്. കേട്ടത് ഇല്ലെങ്കിൽ ചെയ്തിട്ട് വഴക്ക് പറയൂലേ, ഇതെന്താണ് എരിവ് എന്നൊക്കെ ചോദിച്ചു. അതല്ല ചെയ്തോട്ടെ, ഇതിലേ മുളക് പൊടി ഇടില്ല, മനസ്സിലായ? നോക്കട്ടെ എന്തോ ഉപ്പുണ്ടോ. ഞാൻ ലാസ്റ്റേ പറയുള്ളൂ. നമ്മള് കൊടംപുളി ഇട്ടെന്ന് ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ, അതൊരു ലേശം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ 12:30 ആയപ്പോഴാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇപ്പൊ സമയം ഞാൻ പറഞ്ഞുതരാം. 1 മണി ആയിട്ടില്ല, ഇനിയും ഉണ്ട് ഒരു 10 മിനിറ്റോളം. ഇനി ആര് ചോറ് കഴിക്കാൻ വന്നാലും ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ സിമ്മിലിട്ട് ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് വെന്തിട്ടാ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാ സെറ്റ്. എനിക്ക് ഈ ചിക്കന്റെ വട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ല പീസൊന്നും ഇഷ്ടമല്ല ചിക്കന്റെ. ചൂട് പല്ലുവയാ. ഞാൻ ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ കേട്ടാ. ബൈ. കൊടകിലേ കൂർഗ് ലേ 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 ലേ.
செம்மையா சமைக்கிறா, பயங்கரமா ரசிக்கிறா. இந்த പയ്യനെ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താലാ? വേണ്ട, സമയത്ത് കൊടുക്കും. ആ, പുളിയുടെ വെള്ളം, ജ്യൂസ് എങ്ങനെയുണ്ട്? ഇതില് കുരുമുളക് താ മുഖ്യം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ചെയ്തോട്ടാ, ഇത് കറുത്ത കറി ആയിട്ടുണ്ടാ? കറുപ്പായിട്ടുണ്ട് വീഡിയോയില്. പക്ഷെ ഇത്രയും കറുപ്പ് കാണില്ലല്ലേ? കുറച്ച് ഡാർക്ക് ഗ്രീൻ ആണ് എനിക്ക് തോന്നുന്നത് വീഡിയോയില്. കുറച്ചും കൂടെ എരിവ് മുളക് കൂടി, അല്ല കുരുമുളക് ഇടണമായിരിക്കും ചെലപ്പോ. ആ വന്നിരിക്കും, ഞാൻ മാറാം. ഞാൻ എന്താ വേലി ചാടി വരെ ഞാനിത് വെള്ളം എടുത്തോട്ടെ, നീ വിളമ്പിക്കോ. ഞാൻ എന്തായാലും ഒരു ലെഗ് പീസ് എടുക്കണം. മതിയാ? കറിയൊന്നുമില്ല ഇതിലപ്പോ എന്തിനാ? മോര് വേണോ, തൈര് വേണോ? വേണ്ട, കഴിച്ചോട്ടെ. അച്ചാറ് വേണോ? നെല്ലിക്ക ഒരു പീസ് ഇട്. ഇത് രമാൻഡി ഉണ്ടാക്കി തന്നതാ. കറിയൊന്നുമില്ല. പിന്നെ വേറെന്തോ കറി ഉണ്ട്, വേണോ? എന്താ കടലക്കറി ഉണ്ട്, വേണോ? ഒന്നും വേണ്ട. ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. എരിവുണ്ട്. അതാണോ ചോദിച്ചത്? ടേസ്റ്റ് ആണല്ലേ ചോദിച്ചത്? ഞാൻ കഴിച്ചോട്ടെ. അടിപൊളി. ഇത്രയും ടേസ്റ്റ്, ഇത്ര എരിവില്ലെങ്കിൽ പറ്റൂലത്. എനിക്ക് ഇഷ്ടമായിട്ടാ. എന്തോ പപ്പായക്കറി എന്തോ ഉണ്ട്, വേണോ? ഇതെന്റെ അച്ചാറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കുഴച്ചങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്കുണ്ടല്ല. ചെറിയ രീതിയില്. പിന്നെ സ്പൈസസ് ഒക്കെ നമ്മൾ തന്നെ പൊടിച്ചിട്ടാ, അല്ലാതെ ഒന്നും വേറെ മസാല നമ്മളില് ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവി. ഇത് ഈ കറി തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിയാ. ചാറ് ആരും പ്രതീക്ഷിക്കണ്ട. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചാറ് കൂട്ടി കഴിക്കണം. എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് ശരിക്കും ഞാൻ എരിവ് കുറച്ചെടുത്തതാ. ഇതിനേക്കാളും കുരുമുളകൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടി ടേസ്റ്റ് ആവും. പക്ഷെ എരിവ് കഴിക്കാത്ത ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ചെയ്തിട്ട് എന്തേലും പറയും. ഇത് എന്താ മിണ്ടാതിരുന്ന് കഴിക്കാൻ? എന്തായാലും എന്റെ വീഡിയോയിൽ ഇത് തന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വർത്താനം. വീഡിയോ ഓഫ് ചെയ്ത് തന്നെ. എനിക്ക് കഴിക്കുമ്പോ അധികം സംസാരിക്കാൻ ഇഷ്ടമല്ല. പൊതിരാനറിയാം അല്ലേ? ശരിക്കും വീഡിയോ എടുക്കുമ്പോ, ഭക്ഷണത്തിന്റെ വീഡിയോ എടുക്കാനായിട്ടേ ചെയ്തെന്നെ അറിഞ്ഞില്ല. കുറച്ച് കൊതിയൊന്നും ഇല്ലാത്തവര് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അപ്പൊ ആദ്യം ഇത്തിരി എടുത്ത് കഴിക്കുക, അപ്പൊ ആ കൊതി മാറും. എന്നിട്ട് വീഡിയോ എടുക്കാൻ വരിക. ചെയ്തന്നെ പെട്ടെന്ന് കൊതി വരും. ചിലപ്പോ അത് കൊള്ളാക്കി കളയാം. അങ്ങനെ എത്ര വീഡിയോ കൊള്ളാക്കി കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. നീ വേണോ ചിക്കൻ? ഇഷ്ടമുള്ളത് എടുത്തോ. ഞാൻ മറ്റേ ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോയിലെ രതീഷിനെ പോലെ കഴിച്ചു. രതീഷ് കരള് വേണം നമുക്ക്. അത് കൊച്ചിയിലാണ് കരളൊക്കെ. കരള്, ഒരു കാല്, ഹാർട്ട്, അതൊക്കെ വെച്ചു. കാലൊക്കെ ഉണ്ട്. എന്റെ അടിയിലോട്ട് പോയിട്ടുണ്ടാവും. ഞാനൊന്ന് കാല് ചെക്ക് ചെയ്യട്ടെ. ഇതാ കിടക്കണു. ആ, എനിക്ക് ഭയങ്കര ഇഷ്ടം ലെഗ് പീസ്. എന്റെ വീട്ടില് എനിക്കും അമ്മയ്ക്കും വലിയ താല്പര്യമില്ല, വേറെ ആർക്കും താല്പര്യമില്ല. അപ്പൊ എനിക്ക് അവിടെ വീട്ടിലുണ്ടാക്കുമ്പോ ഞാൻ തന്നെ മൊത്തം കഴിക്കും. 2 ലെഗ് ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ എടുത്തു. പക്ഷെ മന്തി കഴിക്കുമ്പോ ലെഗ് അല്ല വേണ്ടത്, ലെഗിന്റെ ഇതാ പീസാ വേണ്ടത്. ലെഗും കൂടി ഉൾപ്പെടെയുള്ള പീസല്ലേ? ഇനി അതിന് ഹാഫ് ചിക്കൻ പറയണം. നമ്മൾ ഒരു ഹാഫല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ അത്രയും ചിക്കൻ നീ കഴിക്കോ? നമ്മൾ അന്ന് വാങ്ങിയത് എന്താ ഇഫ ചിക്കൻ വാങ്ങാൻ? അതിന് നീ ലച്ചും കൂടി പകുതിയല്ലേ എടുത്തത്? ഒരു ഹാഫ് ചിക്കൻ ചെയ്തിട്ടും കഴിച്ചല്ല. അപ്പൊ എനിക്കും കഴിക്കാലോ. എടി നീ അത് കഴിക്കാത്തോണ്ടല്ലോ നീ ലച്ചും കൂടി പകുതി എടുത്തോളാം. അല്ല,
അവക്ക് ഉള്ള പീസ് എനിക്ക് ഇത്തിരി ഹാർഡായ പോലെ തോന്നി. എന്റെ പീസ് കുറച്ച് നല്ല സോഫ്റ്റും പോലെ തോന്നി. അങ്ങനെ അവക്ക് പകുതി കൊടുത്തത്. ചിക്കന്റെ വീഡിയോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട പീസ് കിട്ടിയോ? അതില് കിട്ടി. ഞാൻ എടുത്ത പീസിന്റെ കുഴപ്പമായിരുന്നു കേട്ടോ. ചിക്കൻ സോഫ്റ്റാ. ആ അതാ ഞാൻ പറഞ്ഞത്. ഇതില് ചില പീസൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. ഞാൻ ഹാർഡായ എനിക്ക് ഇങ്ങനെ എല്ലുള്ള പീസ് മാത്രമേ ഇഷ്ടമുള്ളൂ. അല്ലാത്ത പീസ് ഞാൻ കഴിക്കൂല. ഇഷ്ടമല്ലാത്ത വല്ല പീസ് ഉണ്ടാ? ഒന്നും എല്ലില്ലാത്ത നല്ല പീസ്. ചിക്കൻ മുട്ട. ഞാൻ ലച്ചൊരു ഷവർമ ഉണ്ടാക്കാൻ നോക്കട്ടെ. ചിക്കൻ വെച്ചാ ചിക്കൻ എന്താ? ഞാൻ 2 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ പോലെ കുറച്ച് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജീരകപ്പൊടി ഇട്ടിട്ട് ചപ്പാത്തി വെച്ചിട്ട് ഞാൻ റോൾ ഉണ്ടാക്കി. പക്ഷെ ക്യാബേജ് വേണം. ക്യാബേജ് ഇല്ല. മയണൈസ് ഇരിപ്പുണ്ട്. ക്യാബേജ് വേണോ? വാങ്ങിച്ചു തരാൻ പറ്റുമോ? ഒരു ഷവർമ എനിക്കൊന്നും ഉണ്ടാക്കി തരുമോ? ഓഹോ, അതാണ് എനിക്ക് തോന്നി. കാളഹാലി വെക്കണതേ എന്തിനാണെന്ന്. ചെയ്തന്നെ പെട്ടെന്ന് കൊതി വരും. ഉണ്ടാക്കി തരാം. ശരിക്കും പറഞ്ഞ കൂർഗ് സ്റ്റൈല് ഒരു ചെറിയ പീസ് കൂടി വന്നേ. കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയാം. ഇനി മതി. ചെറുത് അടി. ഏത് പീസാ വേണ്ടത്? പീസ് ആയാലും കുഴപ്പമില്ല. അത് വലിയ പീസൊന്നും വേണ്ട. ഈ പീസ് വേണോ? ഇത് നല്ല പീസായിരിക്കും. അതായത് ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് 2 പീസ് 3 പീസ് അത്ര എടുക്കാൻ പാടുള്ളൂ. എവിടെ ചിക്കൻ വെച്ചെങ്കിൽ ഇപ്പൊ ഇതൊരു കോഴി, കുഞ്ഞു കോഴി തീരാ. നല്ല സോഫ്റ്റ് ഇല്ലേ? അത് ആ പീസ് എടുക്കണേന്റെ ഇതാണ്. കൊള്ളാല്ലേ? അതാ ഞാൻ തന്നത്. ഇനി കുറ്റം പറഞ്ഞൊക്കെ മാറ്റി പറ. ചിക്കൻ അടിപൊളിയാണ്, കൊടക് അടിപൊളിയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു മോരിയറി വേണമായിരുന്നല്ലേ? ഒരു മോരിയറി വേണം. ആ കിച്ചൺ ടൈപ്സ് ബൈ നീതു അവർക്ക് എന്നും മോരിയറി വേണം. മോരുചാറേ അതിന്റെ കൂടെ എന്ത് ഡ്രൈ ഫ്രൈ ആണെങ്കിലും കഴിക്കാൻ പറ്റും അല്ലേ? പിന്നെ വേറെ മോരുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട് തൈര്. ഞാൻ ഉണ്ടാക്കിയത് മോരുകറിയ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മോര് ശരിക്കും കോമ്പിനേഷൻ മോരുകറിയും ബീഫ് ഫ്രൈയും, മോരുകറിയും ചിക്കൻ ഇതുപോലെ ഫ്രൈ അടിപൊളിയായിരിക്കും. പിന്നെ ചെയ്തന്നെ എന്ത് ചാറുകറിയ ഇഷ്ടം? ഇതിന് ചാറുകറിയോടെ താല്പര്യമില്ല. നാടൻ കോഴിക്കറിയാണോ കൂർഗ് ആണോ? അതിന്റെ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്നാ പാത്രം എടുത്തുണ്ടോ? കൂർഗ് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് ഏത് പീസ് കൊടുക്കും? ഒന്നിട്ട് കൊടുത്തോ. ഇത് പറ്റൂല അച്ഛന്. ആണോ? അതാണ് അച്ഛന് ഇഷ്ടം. അത് കഴിച്ചിട്ട് വന്നോ? ചാറൊന്നും ഇല്ല വെച്ചോ. ഇനി വേണമെങ്കിൽ ഒന്ന് എടുത്തോട്ടാ. അപ്പൊ നമ്മുടെ കൂർഗ് ചിക്കൻ കറി അച്ഛനും എടുത്തോണ്ട് പോയി. ഇനി ലച്ചുനുണ്ട്. സത്യം ഞാൻ പറയൂലേ? അത് എരിവ് കഴിക്കാറില്ലല്ലോ ഞങ്ങള്. പണ്ട് ഞങ്ങള് പണ്ട് വീട്ടില് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ അമ്മയുടെ ബ്രദർ ഇങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ വരട്ടി, അല്ലെങ്കിൽ പോർക്ക്. ഞങ്ങള് ചെറുതുങ്ങളാണല്ലോ, നല്ല എരിവിലേ വെക്കുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അത് കഴിക്കും, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോഴത്തേക്കും വെള്ളവും കൂടി, എന്നാലും വേണ്ടാന്ന് അറിയൂല. അങ്ങനെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കും. അങ്ങനെ നല്ല എരിവ് കറിയായിരുന്നു, ഭയങ്കര എരിവ്. അപ്പൊ ചെയ്തതിന് അധികം എരിവ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ എരിയും. ഇവിടെയൊക്കെ എരിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര എരിച്ചില്ല. പക്ഷെ അതൊന്നും കൂട്ടാക്കൂല, കഴിച്ചോണ്ടേ ഇരിക്കും. ശരിയാ, നമ്മള് കൂട്ടാക്കൂല, പക്ഷെ കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധി ചെയ്തന്നെ കൊറേ എരിവ് കഴിക്കാൻ പറ്റൂല അല്ലേ ചേട്ടാ? ചില സമയത്തൊക്കെ കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ഇത് മുളക് പൊടിയുടെ പോലത്തെ അത്രക്ക്. മുളക് പൊടിയാണ്. അതായത് മുളക് പൊടി എന്ന് പറയുമ്പോ ചില മുളക് പൊടി ഒരു കുത്തല് പോലത്തെ ഒരു എരിവായിരിക്കും അല്ലെ? അതുപോലെ ചില പച്ചമുളക്
എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷെ ചില പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മള് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിയുമ്പോ അതിന്റെ ഒരു എരിവ് അൺസൈക്കബിൾ എരിവായിരിക്കും അത്. അല്ലാത്ത എരിവ് കുഴപ്പമില്ല. എനിക്ക് പെപ്പറിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെച്ച് കഴിക്കും ഇത് കേട്ടാ. കഴിക്കാൻ സാധ്യത കുറവാണ്. ചൂസ് ചെയ്യണം ഭയങ്കര. ചില സമയത്തൊക്കെ കഴിക്കും നമ്മൾ ഞെട്ടിപ്പോയെ. ഇതൊക്കെ ഇഷ്ടമാണോ? മറ്റേ വീഡിയോ എടുക്കണ്ടോ? ഷോർട്സാ? ഷവർമ അത് എടുക്കണോ? എടുക്കാം. പിന്നെ ഷവർമ ഉണ്ടാക്കുമ്പോ കാണാം. ഈ ചിക്കന് 2 കഷ്ണം മാറ്റി. ചിലപ്പോ ഞാൻ മാറ്റി വെച്ചൊന്നും പറയൂല. ചിക്കൻ മേടിച്ചോണ്ട് വന്ന ചെയ്തിട്ട് വഴക്ക് പറയും. എന്തിനാണ് ഒരു ചിക്കൻ വാങ്ങിക്കാൻ ഞാൻ മാറ്റി വെക്കണത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്തയായിരിക്കും. എന്നിട്ട് വേറൊരു ദിവസം അത് വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ചിക്കൻ ഭയങ്കര സന്തോഷം. ഇല്ലേ ചേട്ടാ? അത് ഉണ്ടായിട്ടുള്ളതല്ലേ. മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ. മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ മാറ്റി വെക്കാൻ ആവശ്യമില്ല. ഫസ്റ്റ് എന്തിനാണ് മാറ്റി വെക്കണം? വേറൊരു ദിവസം കൂടി ഒരു കറിയാവും. ചിക്കൻ മേടിച്ച പോരെ. അപ്പൊ ചിലപ്പോ ചേട്ടൻ വാങ്ങൂല. നമ്മള് മിക്കപ്പോഴും 1/2 കിലോ ചിക്കൻ നമ്മള് കോൾഡ് സ്റ്റോറേജിൽ നിന്നാണ് മേടിക്കണം. അതിന് വലിയതല്ലേ. പക്ഷെ ഞാനിപ്പോ ആവശ്യത്തിന് ഒരു നേരം കഴിക്കാനുള്ള കറിയല്ല നമ്മൾ. 2 പീസ് ചിക്കൻ ഞാൻ എടുത്തു വെച്ചോണ്ടല്ലേ ഇപ്പൊ ഷവർമ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ പറയണേ ഷവർമ ഉണ്ടാക്കാനായിട്ട്. എടി എത്ര പീസ്, എത്ര നിനക്ക് 100 ഗ്രാം ചിക്കൻ വേണോ? അത് കടയിൽ കിട്ടും. എന്റെ സാറ്റിസ്ഫാക്ഷൻ. അതിന്ന് അതിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് 50 ഗ്രാം ചിക്കൻ വേണോ? അത് കടയിൽ കിട്ടും. ഞാൻ അങ്ങനെ പറയാം വാങ്ങിച്ചോണ്ടോ. അപ്പൊ പറയാം എനിക്ക് നേരമില്ല, വർക്കാണ്, കുന്തോണെന്നൊക്കെ പറയും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളൊരു സാധനം ഉണ്ടാക്കാനായിട്ട് പോകുമ്പോ നീ ഒരു ചിക്കൻ കിട്ടുമ്പോ ഇന്ന് ഈ കറി ഉണ്ടാക്കാന്നല്ലേ എല്ലാരും വിചാരിക്കുക. നീ ചിക്കൻ ഈ കറി ഇത് മാറ്റി വെച്ച് അടുത്ത ദിവസത്തേക്ക് എന്തുണ്ടാക്കാന്നാണ് നീ ആലോചിക്കുന്നത്. അങ്ങനെ അന്ന് ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണിയുടെ ഫ്ലേവർ കുറയൂലേ? ചിക്കൻ ഉണ്ടാക്കി. അപ്പൊ അതിൽ നമുക്ക് നല്ല പീസ് മാത്രം മതി. അതിൽ ഒബ്വിയസ്ലി ഇങ്ങനെ അൺവാണ്ടഡ് പീസസ് കിട്ടും. അത് വെച്ചൊരു കറി ഉണ്ടാക്കി. അതെടുക്കാം. പക്ഷെ നമ്മള് കൊറേയൊന്നും മാറ്റി വെക്കണില്ലല്ലോ. 2 ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ. ഒരു ചിക്കൻ കറി വെച്ച് ഒന്ന് ആലോചിക്ക്. ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് എന്ത് പറഞ്ഞാലും ഒരു ലെഗ് പീസ് അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ അവള് കഴിക്കൂല. ഞാൻ മിക്കപ്പോഴും എടുത്ത് മാറ്റി വെക്കണത് അവൾക്കായിരിക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നുണുക്ക് വിദ്യകളൊക്കെ ചേർത്ത് വന്ന് സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അല്ല വന്നു കഴിഞ്ഞ് 4 മണിക്ക് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ കൂടുതലെടുത്ത് മാറ്റി. കാരണം ഞാനൊക്കെ നന്നായിട്ട് കഴിക്കും. ചിക്കൻ ചെയ്ത് കേട്ടാൻ കഴിക്കും. അപ്പൊ അവൾക്കൊരു ഇതായല്ല. അതിനോട് എന്താ അത് അപ്പ അവക്ക് വേണമെങ്കിൽ അപ്പോഴും മേടിച്ചാൽ പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു മാറ്റി വെക്കേണ്ട കിട്ടൂലല്ലോ. ചില സമയത്ത് ചില പോസ്റ്ററൊക്കെ താഴത്ത് നിന്നിട്ടും എടുത്തു വെക്കൂല. അത് നമുക്കൊരു ഐഡിയക്ക് വേണ്ടിട്ട് ക്ലൈന്റിന് കൊടുക്കാണ്ട് അത് ഐഡിയക്ക് അല്ലേ. ഞാനതുപോലെ വേറെ ദിവസത്തെ ഐഡിയക്ക് വേണ്ടി മാറ്റി വെക്കും. കഴിക്കാറുണ്ടാ? കഴിക്കും. അത് പിന്നെ വീട്ടിലുണ്ടാക്കിയ സാധനം കഴിക്കണ്ടേ? അയ്യോ, അങ്ങനെ വേസ്റ്റ് ഒന്നും ആവില്ല. ഞങ്ങള് കഴിച്ചോളാം. അങ്ങനെ പറയാം. എന്നിട്ട് ഇപ്പൊ ചോദിച്ചത് കേട്ടില്ലേ, ഷവർമ എനിക്കും തരൂ. അതാ ആ പീസ് മാറ്റി വെച്ച്. അത് നീ ഉണ്ടാക്കിയാലില്ലേലും ഞാൻ ചോദിക്കൂലേ. ഇപ്പൊ ഇനി വേറൊരു പറയണേ നമുക്ക് ഷവർമ ഉണ്ടാക്കാം. അപ്പോഴും ചോദിക്കൂലേ എനിക്ക് തരുമെന്ന് ചോദിക്കൂലേ? ചോദിക്കരുത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇടക്ക് ഇങ്ങനെ പറയാം ഇത്രയും പീസ് മേടിച്ചിട്ടുണ്ടോ, എനിക്ക് ഇതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി ഷവർമ ഉണ്ട് അപ്പൊ വാങ്ങിച്ചു തരും. അത് പെട്ടെന്ന് പറഞ്ഞു പോയി എങ്ങനെ മേടിക്കണേ? അപ്പൊ ഇങ്ങനെ ചപ്പാത്തി കിട്ടി ഷവർമ ഉണ്ട്. നമ്മളൊന്നും പ്ലാൻ ചെയ്യണില്ലല്ലോ. ഇവിടെ എന്താണ് അവൈലബിൾ സാധനം അത് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണ. അപ്പൊ പിന്നെ എപ്പോ വാങ്ങിച്ചു തരുന്ന ഈ പറയണത്? പറയണം നമുക്ക് നാളെ ഷവർമ ഉണ്ടാക്കാം, ചിക്കൻ മേടിക്കും, വീഡിയോ ആകും. അപ്പൊ ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചാലുണ്ടല്ല, എനിക്ക് ചെയ്തന്നെ സമയം ഒന്നും നോക്കണ്ടല്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടാക്കിയാ പോരെ. എന്നാലും അടിച്ച് മാറ്റണം. അടിച്ചു മാറ്റി ചിക്കൻ. പക്ഷെ ഞാൻ ബീഫ് അങ്ങനെ എടുത്തു വെക്കൂല, പോർക്ക് എടുത്തു വെക്കൂല. അത് എനിക്ക് ഇഷ്ടല്ല അങ്ങനെ. കാരണം അത് ഒപ്പിട്ട് വെച്ചാൽ ഒന്നിച്ചിട്ട് വെച്ചാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് ഇതാവുള്ളൂ. അങ്ങനെ എന്റെ വിന്താലുവിന്റെ വീഡിയോ എടുക്കണ്ട, അടിപൊളി വീഡിയോ. ഇനി എന്താ നമ്മള് വിന്താലു ഉണ്ടാക്കണ? എനിക്ക് 1 പ്രാവശ്യം കൂടി ഉണ്ടാക്കണം. 1/2 കിലോ വേണ്ട കേട്ടോ, 1 കിലോ തന്നെ മതി.
നീ എന്ത് വർത്താനം പറഞ്ഞു? 1/2 കിലോ വേണ്ട, 1 കിലോ. സാധാരണ നേരെ തിരിച്ചല്ലേ പറയണോ, 1 കിലോ ഒന്നും വേണ്ട, 1/2 കിലോ മതി എന്നല്ലേ വേണം. 1/2 കിലോ ഒന്നും വേണ്ട. ഹാപ്പി ആവട്ടെ എന്ന് ഓർത്ത് ആദ്യത്തെ ഭ്രാന്തായെന്ന് തോന്നുന്നു. അല്ല, എപ്പോഴും 1/2 kg ബീഫായിട്ടേ വരുള്ളൂ. 1/2 kg പോരെ? പറ്റൂല, എനിക്ക് ഫുൾ വേണം. എന്നിട്ട് എനിക്ക് ഉണ്ടാക്കി വെക്കണം. kg വെച്ചാലും 1/2 kg വെച്ചാലും ഒരു ദിവസം കൊണ്ട് നിന്ന് തീർക്കും. ഇല്ല, ഞാനത് 2 ദിവസത്തേക്ക് എടുത്ത് വെക്കും. വിന്താലും ഇരിക്കും. അതാണ് ബീഫ് കറി അങ്ങനെ വിന്താലും ഉണ്ടാക്കുമ്പോഴാ ഞാൻ പറഞ്ഞത്. മറ്റേ ഉപ്പിൽ വന്ന ബീഫ് അതൊക്കെ അതൊക്കെ 1 കിലോ മേടിക്കേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ 2 കഴിക്കുക. വെച്ചും കുറച്ച് ഇഷ്ടം കഴിക്കും. സോ ഗൈസ്, ഇനി ഷവർമ ഉണ്ടാവും, കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അതൊന്നും പറയണ്ടേ? ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. ഓ വയ്യ, തിരക്കിട്ടായിരിക്കും ഉണ്ടാക്കും. ഇനി റീൽസ് ചെയ്യാൻ സമയോ? എടോ, തന്നെ തല്ലിക്കൊല്ലടോ. ഇല്ലേ? അപ്പൊ ഇത് കണ്ടില്ലേ, ഇതില് ഞാൻ കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ട് പുരട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായി, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഇത്, എനിക്ക് അറിയില്ല, പേടിയാവുന്നു. തരാം. ചപ്പാത്തി ഉണ്ടാക്കട്ടെ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതേ ചപ്പാത്തി ഉണ്ടാക്കാണ് കേട്ടാ. എനിക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയതല്ലേ? മൈനസ് ഇത് സോസ് വേണോ? അച്ഛനോട് ചോദിച്ച ടൊമാറ്റോ സോസ് അതിലിട്ട് കണ്ടില്ലേ? ആ വേണം, കുറച്ചിട്ട്. ചെയ്തല്ല, ഒരു റോള് പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ അതായത് നമ്മുടെ ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ മോനെ ഞാൻ ചെയ്യണത്? ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. വെക്കുവോ? സാരില്ല, റോള് ചെയ്യണത് കാണിക്കാം. കിട്ടണുണ്ടോ? ഓക്കേ. നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. കുറച്ച് മൈനൈസ്. കാണാൻ പറ്റുന്നുണ്ടോ മൈനൈസ് ഒക്കെ ഇടുന്നത്? ചെക്ക് ചെയ്ത് എന്താ? ബാക്ക്ഗ്രൗണ്ട് ഭംഗി വേണം. കുറച്ച് നമ്മുടെ ചിക്കനും. ടൊമാറ്റോ സോസ് വേണ്ടേ? എന്നാട്ടോ ഞാൻ അച്ഛൻ്റെയും കൂടെ ആക്കട്ടെ. ഇനി അടുത്ത ആൾക്കുള്ളത്. ഓ, എന്ത് തിരക്കിട്ടാന്നറിയത്. ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷെ കുറച്ചേരം ഇവിടെ ഇരുന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന്, പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നില്ല കയ്യിൽ, അപ്പൊ അത് വാങ്ങിക്കൊണ്ട് വന്ന്, അതാണ് നമ്മുടെ സമയം പോയത്. ഓക്കെ, നിക്കടി ഇത് വെക്കട്ടെ. എനിക്കറിയില്ല ഇത് എന്താണ്, ഉപ്പുണ്ടാ മതി. ആ, ഇതിങ്ങനെ നമ്മള് ഒന്ന് വീഡിയോയിൽ കാണിക്കാട്ടോ. ഓക്കെ, ഫോയിൽ പേപ്പർ ഇത്തിരി തന്നേര്. നമ്മുടെ പണി തീർന്ന്, എളുപ്പമാണ്, കുറച്ച് മതി. അതേപോലെ തന്നെ കൊണ്ടുവെക്കിട്ടാ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ഇത്ര ആവശ്യമില്ല. ഇതെങ്ങനെ പൊതിയേണ്ടതെന്നാവോ? ഇങ്ങനെയല്ലേ? ഓക്കെ, 2 കൂടി കൊണ്ടുവന്ന ഇല്ലെന്ന് വെച്ച് കാണിക്കട്ടെ. ഒന്ന് ക്യാമറ ശരിയാക്ക്, എന്നിട്ട് തരാം. ക്യാമറ ഒന്ന് ശരിയാക്കിയ. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ.
ഞാൻ കഴിക്കുന്നില്ലല്ലോ, നിങ്ങളല്ലേ. എന്നാ ഞാൻ എന്താ പറഞ്ഞ ഉണ്ടാക്കി അവര് കഴിച്ചു നോക്കിട്ട് പറയട്ടെ. പറ ചെയ്തേട്ടാ. ഇത് റെക്കോർഡിംഗ് അല്ലേ? ഇത് സൈഡിൽ വെച്ച് എങ്ങനെയുണ്ട് കാണിച്ചതിന്റെ സെക്ഷൻ ഒന്ന് കാണിച്ചിട്ട് അപ്പൊ അനക്കല്ലേ നല്ലതാണല്ലേ ആണോ? കഴിച്ചു നോക്കിയേ. ക്യാബേജ് വേവിച്ച കഴിക്കാൻ പോവാണ്. കഴിക്കാൻ എന്നിട്ടാണ് എനിക്ക് പണി നോക്കാൻ പോയത്. കുഴപ്പമില്ല. വൈറ്റ് മഴ വരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതാണ് ഞാൻ അല്ല ഇത്ര ഇത് വേണ്ട. മനസ്സിലായ? അല്ല, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഞാൻ. ചിക്കൻ കുറച്ച് ഇതില് ഫ്രൈ ചെയ്തിട്ടില്ലേ, ക്യാബേജും അതിലിട്ടൊന്ന് ഫ്രൈ ആക്കി. അതാണ് അടുത്ത പ്രാവശ്യം. ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാക്കി തന്നെ. മുട്ട വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും എങ്ങനെയുണ്ട്? കുഴപ്പമില്ലെന്നല്ല, നല്ലതാണോ അല്ലെങ്കിൽ ഓക്കെ ആണോ? ആവറേജ്. വയറ് നിറയോ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാ? എന്നറിയോ? അച്ഛനെ അറിയില്ല. അച്ഛനൊരു വടയൊക്കെ കഴിച്ചിട്ടിരിക്കണ. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ചെയ്തിട്ട് എന്തെല്ലാം കഴിച്ചത്? എനിക്ക് ഉള്ളിവട വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഉഴുന്നുവട ആയിരുന്നു വേണ്ടത്. എന്ത് പറഞ്ഞാലും ഇത് ഓപ്പോസിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉഴുന്നുവട ഇല്ലെങ്കിൽ ഇല്ലല്ലേ പറഞ്ഞത്. ഉഴുന്നോട് ഇല്ലെങ്കിൽ എനിക്ക് ഉള്ളിവട. ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉഴുന്നോട മേടിച്ച് കിട്ടിയില്ലോ. അതവിടെ ഉഴുന്നോട വെക്കണ കടയാണത്. അപ്പൊ പിന്നെ എന്തിനാ പറഞ്ഞത് ഉഴുന്നോട? എനിക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ല ചെയ്തിട്ടാ പറഞ്ഞത്. ഉഴുന്നുവട ഇല്ലെങ്കിൽ എന്ത് വാങ്ങണോന്നാ എന്നോട് ചോദിച്ചിട്ട് പോയത്. അച്ഛൻ പറഞ്ഞത് ഇല്ലെങ്കിലല്ലേ ഓപ്ഷൻ പറഞ്ഞതല്ലേ. ഇല്ലെങ്കിലും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊള്ളല്ലേ. ഞാൻ ചക്ക പറഞ്ഞ ചെയ്തിട്ട് മാങ്ങ വാങ്ങിത്തരും. തേങ്ങ പറഞ്ഞ ചെയ്തിട്ട് തേങ്ങാക്കൊല വാങ്ങിത്തരും. നീ അച്ഛനൊരു ടീമാണ്. എനിക്ക് ഉഴുന്നോടല്ലേ ചെയ്തിട്ടൊന്നും വാങ്ങണില്ല. എനിക്ക് പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ബൈ. പിന്നെ കഴിഞ്ഞ തിന്നിട്ട് കുറ്റം പറയരുത്. ഇപ്പൊ